ശ്രീനാരായണ ഗുരുദേവ് ജന്മം കൊണ്ട് സാംസ്കാരിക ലോകത്തിൽ തന്നെ പുണ്യമായ ആശയവും ആവിഷ്കാരവും നടപ്പിലാക്കുകയും മഹത്വചനങ്ങളുടെ മാഹാത്മ്യം ലോകമാകെ കത്തിജ്വലിക്കുകയും പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണം പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ ചെറുപുഴ ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചെറുപുഴ റെയ്നേഴ്സ് ആർട്സ് ഹാളിൽ വെച്ച് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെ കൊണ്ടാടി. ചടങ്ങിൽ PR സുനിൽ ആശംസ അർപ്പിച്ചു. MD സുനിൽകുമാർ അധ്യക്ഷതയും തങ്കപ്പൻ മാസ്റ്റർ പ്രഭാഷണവും ചെയ്തു സംസാരിച്ചു. ഗുരുദേവൻ്റെ 170ാം ജന്മദിന ദിവസത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഈ വർഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷം കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള ശ്രീനാരായണീയർ നമ്മുടെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടവും നമുക്ക് തീരാ നഷ്ടവും സംഭവിച്ചതിനാൽ നമ്മൾ വലിയ ആഘോഷമില്ലാതെ ലളിതമായി ചടങ്ങുകളോടുകൂടി നടത്താനാണ് SNDP യോഗത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറുപുഴയിൽ നല്ല രീതിയിലുള്ള ഘോഷയാത്രയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ ശാഖകളിലും പ്രാർത്ഥനകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ജയന്തി ആഘോഷത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധിഷ്ഠാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ MD സുനിൽകുമാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 170ാം ജന്മദിനമാണ് ഇന്ന്. അത് നമ്മൾ ആഘോഷിക്കുക. ഗുരുദേവൻ്റെ 170ാം ജന്മദിന ദിവസത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഈ വർഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷം കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള ശ്രീനാരായണീയർ നമ്മുടെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടവും നമുക്ക് തീരാ നഷ്ടവും സംഭവിച്ചതിനാൽ നമ്മൾ വലിയ ആഘോഷമില്ലാതെ ലളിതമായി ചടങ്ങുകളോടുകൂടി നടത്താനാണ് SNDP യോഗത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറുപുഴയിൽ നല്ല രീതിയിലുള്ള ഘോഷയാത്രയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ ശാഖകളിലും പ്രാർത്ഥനകളും മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഒരു കാര്യം കൃത്യമായി പറയാം. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നും ലോകത്ത് കൃത്യമായും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു യുവതലമുറ നമ്മളോടൊപ്പം ഇല്ല. അതാണ് കാരണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100-130 ഒക്കെ വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നേരം ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ പ്രവർത്തിക്കേണ്ടത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ ഇപ്പം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, പണ്ട് കാലത്ത് ഞങ്ങൾ 6 പേരുണ്ടായിരുന്ന വീട്ടിൽ ഒരു സോപ്പും ഒരു തോർത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമേ ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്തയാൾക്ക് കുളിക്കണം. ഇങ്ങനെ ലൈനായിട്ട് നിൽക്കണം. അവസാനം അടിയും പിടിയും കുഴപ്പവും തന്നെ. അപ്പോൾ അവർ പറയുന്നു, എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ഇപ്പോഴാണെങ്കിൽ ഞാൻ അച്ഛന് 6 പേരിന് പകരം 12 തോർത്തും 12 സോപ്പും ഞാൻ വാങ്ങി തരുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പണ്ട് നമുക്ക് ഈ ഒരു തോർത്തും ഒരു സോപ്പും മേടിക്കാനുള്ള നിവൃത്തിയെ എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അത് ഇന്നത്തെ തലമുറയെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അത് അന്നത്തെ പഴയ കാലഘട്ടങ്ങളും ചരിത്രങ്ങളും അവരോട് പറയുമ്പോൾ അവർക്കത് ബോധ്യം വരുന്നില്ല. ഇന്നിപ്പം നമ്മളിപ്പോൾ ഈ ബാത്റൂമിൽ കയറി കഴിഞ്ഞാലും സോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ആ സാധനം നമുക്ക് വീട്ടിലെത്തും. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ആകെ ഉള്ളത് നമ്മുടെ സാമുദായിക സംവരണം മാത്രമാണ് യുവതലമുറയ്ക്ക് ലഭിക്കുന്നത്. മറ്റതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കാലഘട്ടം വളർന്നുപോയി. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്.
അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞപ്പോൾ ആ എല്ലാ കുട്ടികളും, നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെല്ലാം വിദ്യാഭ്യാസം നേടി. നമ്മുടെ കുട്ടികളൊക്കെ മക്കളെല്ലാം വിദേശത്തും മറ്റും പോയി ജോലി സമ്പാദിച്ച് നല്ല പണവും സമ്പാദിച്ച് സാംസ്കാരികപരമായും സാമൂഹികപരമായും നമുക്കൊരു പരിധിവരെ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് നിലവിലെ ഈ ഒരു പ്രസ്ഥാനത്തിനോട് SNDP അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ട് അതിനോടൊപ്പം ചേർന്ന് പോകാൻ അവർക്ക് വലിയ താല്പര്യമുണ്ട്. അതെല്ലാ ഭാഗത്തും അങ്ങനെയുള്ളതാണ്. ഏതായാലും നമുക്ക് അത് എങ്കിലും ശ്രീനാരായണ ഗുരുദേവനെ എന്നും ലോകം അംഗീകരിക്കും. കാരണം ലോകത്തിൻ്റെ നെറുകയിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മുമ്പോട്ട് തന്നെ പോകും. അതിൽ നമുക്ക് ഉറച്ച് വിശ്വസിച്ച് പോകാം. നമുക്ക് ഇനി സഞ്ചരിക്കുന്നതും ആ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം, അദ്ദേഹം നൽകിയ സന്ദേശത്തോടൊപ്പം നമുക്ക് പോകാം. അതുകൊണ്ട് ഇന്നത്തെ ഈ ജയന്തി ആഘോഷത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധിഷ്ഠാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ MD സുനിൽകുമാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സന്ദേശം നൽകുന്നത് നമ്മുടെ മുതിർന്ന PP തങ്കപ്പൻ മാഷാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് അദ്ദേഹത്തിന്റെ ധർമ്മങ്ങള്, അദ്ദേഹത്തിന്റെ ആദർശങ്ങള്, ദർശനങ്ങള്, ഇതിനൊക്കെ കേരളത്തിൽ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അത് സെക്രട്ടറി സൂചിപ്പിച്ചു. പക്ഷേ ലോകരാജ്യങ്ങളിൽ ശ്രീനാരായണന്റെ ധർമ്മത്തിന്, ദർശനത്തിന് കൂടുതൽ സ്ഥായിയായ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശ്രീനാരായണനെ സംബന്ധിച്ച്, ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാരതം എന്ന് പറയുന്നത് ഋഷിമാരുടെ നാടാണ്. ധാരാളം ഋഷിമാരും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അവരുടെ ദർശനങ്ങൾ ഇവിടെ പ്രചരിച്ചിട്ടുണ്ട്. അത് മാർഗദർശനം നൽകുകയാണ് ചെയ്തത്. പക്ഷെ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർമ്മയോഗിയായിരുന്നു. അദ്ദേഹം ആധ്യാത്മിക ആചാര്യനായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ നിലനിന്നിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥയെ തച്ചുടച്ച് പുതിയ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തി. കേരളം സന്ദർശിച്ച വിവേകാനന്ദൻ പറയുന്നത് ഭ്രാന്താലയമാണെന്ന്. പക്ഷെ ഗുരുദേവനെ സന്ദർശിച്ച, വർക്കലയെ സന്ദർശിച്ച മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഇതിൽ നിന്ന് ഭ്രാന്താലയമല്ല, ഇത് മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇപ്പൊ ഗുരുദേവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തിയുടെ ആ മഹാവ്യാപ്തി, അതിൻ്റെ ആ ഇഫക്റ്റ്, അത് സ്വന്തം മേന്മയാണെന്ന് നടിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതാണ് ഗുരുദേവന്റെ മഹത്വം. ഉള്ള കാലം മുഴുവൻ ഗുരുദേവന്റെ ആദർശങ്ങള്, മഹത്തായ നമ്മുടെ ചെറുപുഴ ഈ ശാഖയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ 6080 നമ്പറിന്റെ ശാഖ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.